ഇപ്പം ബംഗ്ലാദേശ് പ്ലേയേഴ്സ് ഇനി ഒരിക്കലും IPL കളിക്കാത്ത രൂപത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്. നിലവിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അതിലേക്കൊക്കെ ഒന്ന് നയിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വാർത്തയാണ് ക്രിക്കറ്റ് ലോകത്ത്. ഇപ്പോൾ മുസ്തഫിസുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള താരം KKRൻ്റെ പ്ലെയറായിരുന്നു. അപ്പം KKR ഈ ഒരു താരത്തെ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തു വന്നു. അത് നിലവിലത്തെ ബംഗ്ലാദേശിലെ അപ്പം അറിയാമല്ലോ റീസെൻ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ. അപ്പം അതുമായി ബന്ധപ്പെട്ടപ്പം BCCI KKRന് കൊടുത്തിട്ടുള്ളൊരു നിർദ്ദേശമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അവർ പറയുന്നത്. അതിനു പിന്നാലെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും ഒരു കാര്യം അറിയിച്ചിരുന്നു. അതായത് മുസ്തഫിസുർ റഹ്മാന് കൊടുത്തിട്ടുള്ള NOC റിവോക്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ. എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ഒരു സംവിധായകൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു പോകാമെന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള ആൾ പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല, നിങ്ങളെ ഞങ്ങൾ പിരിച്ചു വിട്ടിരിക്കുന്നു. ഇതേപോലത്തെ ഒരു കാര്യമാണ് ഈ ഒരു NOCയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എനിവേ, മുസ്തഫിസുർ റഹ്മാൻ്റെ ഈ ഒരു കാര്യം വന്നതോടുകൂടി ഈ പറഞ്ഞ BCCIയും അല്ലെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള ആ ഒരു റൈവലറി പോലെയുള്ള രൂപത്തിലാണ് ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതായത് IPL ബംഗ്ലാദേശ് ബാൻ ചെയ്യുന്നു എന്ന് പറയുന്ന രൂപത്തിലാണ് ആദ്യം വരുന്ന ഒരു വാർത്തകൾ. അതായത് IPL അതിൻ്റെ ടെലികാസ്റ്റ് കാര്യങ്ങൾ മാത്രമല്ല, പ്രൊമോഷൻ വർക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും ബംഗ്ലാദേശിൽ ബാൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ICC T20 വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ഈ ഒരു വേൾഡ് കപ്പിലെ മത്സരങ്ങൾ ബംഗ്ലാദേശ് ഇന്ത്യയിൽ വന്ന് കളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനവർ പറയുന്ന കാരണം ഇപ്പോൾ മുസ്തഫിസുർ റഹ്മാൻ്റെ സെക്യൂരിറ്റി റീസൺസ് ആണ്. അപ്പോൾ ഒരു പ്ലെയറിൻ്റെ ഒരു സെക്യൂരിറ്റി റീസൺ എങ്കിൽ മൊത്തം ടീം എങ്ങനെ വന്ന് കളിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ICCയുടെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് ശ്രീലങ്കയിലേക്ക് അവരുടെ മത്സരങ്ങൾ മാറ്റണം എന്നുള്ള കാര്യമാണ് ഉന്നയിക്കുന്നത്. ഇപ്പം പാകിസ്ഥാൻ്റെയും ശ്രീലങ്കയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ബാക്കി മത്സരങ്ങളെല്ലാം ഇന്ത്യയിൽ വെച്ചിട്ടുമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മാസത്തെ ഒരു ചെറിയൊരു കാലയളവാണ്. ഇവിടെ ബംഗ്ലാദേശിൻ്റെ മത്സരം മാത്രമല്ല, ബംഗ്ലാദേശ് മത്സരം മാറ്റി വെക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പിലുള്ള മറ്റു ടീമുകളും ശ്രീലങ്കയിലേക്ക് ട്രാവൽ ചെയ്ത് കളിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഇത് വളരെ കുറഞ്ഞൊരു കാലയളവിലാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം എന്തായിരിക്കും അപ്പോൾ ICCയുടെ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനം വരിക എന്ന് പറയുന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇത് മാറ്റി കൊടുക്കുന്നൊരു രൂപത്തിലേക്ക് മാറുമോ, അതോ ബംഗ്ലാദേശ് ഈ ഒരു ലോകകപ്പിൽ നിന്ന് പിന്മാറുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ, അതോ ബംഗ്ലാദേശ് പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് ഇന്ത്യയിൽ തന്നെ വന്ന് കളിക്കാം എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമോ? ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നോക്കിക്കാണുന്നൊരു കാര്യം. എന്താണെങ്കിലും പ്രശ്നങ്ങൾ BCCIയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ കനത്ത് വരികയാണ്. എന്തായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? കാരണം ഇപ്പം NOC റിവോക്ക് ചെയ്യുന്നൊരു സംഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് ഇനി ഇത് ഇപ്പം മുസ്തഫിസുറിന് കളിക്കാമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇനി വിടില്ല എന്ന് പറയുന്നൊരു കാര്യമല്ലേ. അപ്പം ഇനി ഫ്യൂച്ചറിലും ബംഗ്ലാദേശി പ്ലേയേഴ്സ് ഒരിക്കലും IPLൽ കളിക്കാത്ത രൂപത്തിൽ, പാകിസ്ഥാൻ പ്ലേയേഴ്സ് കളിക്കാത്ത രൂപത്തിൽ ആ ഒരു രൂപത്തിലേക്കൊക്കെ എത്തുമോ എന്ന് പറയുന്നതും നമുക്ക് നോക്കി കാണേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് വിഷയത്തിൽ? ചേർന്ന് മിഷൻ